കൂട്ടരെ നമ്മൾ വീണ്ടും എൻ്റെ അമ്മയുടെ നാട്ടിലേക്കൊന്ന് പോവാനായിട്ട് ഇറങ്ങി ബസ്സിലൊക്കെ കയറിയാണ് ഇറങ്ങിയത്. ദേ കണ്ടോ, ഇവിടെ ഭയങ്കര കുന്നും തേരിയൊക്കെ ആണ് കേട്ടോ. ഞാൻ കുന്നിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇനി അടുത്ത ദിവസം നിന്നെങ്കിൽ ഞങ്ങളെ കുന്ന് കാണിച്ചു തരാം. അങ്ങനെയൊക്കെ കുന്നൊക്കെ കയറിയതേ നമ്മൾ വീടെത്തി. കണ്ടോ, ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പക്ഷേ വരാൻ കുറച്ച് മടിയുണ്ട്. ആ മടിയുടെ കാരണം തേരിയാണ് കേട്ടോ. ഈ തേരി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ ഇതാണ് എൻ്റെ അച്ചാമ്മ. ദേ കണ്ടോ, ഇതാണ് എൻ്റെ മിനി അച്ചാമ്മ. കണ്ടോ, നാണം കൊണ്ടാണ് കേട്ടോ ഓടി. ഇതെൻ്റെ അമ്മ, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ദേ പാവയ്ക്കൊക്കെ അരിഞ്ഞ് വെച്ചേക്കാണ്. പിന്നെ നമുക്ക് ഈ കാലാവസ്ഥയൊക്കെ കാണാനായിട്ടൊന്ന് വെളിയൊന്ന് ഇറങ്ങാം. ഇവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലെ പോലെ തന്നെ ഇവിടെ കുറേ പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ. ആ പച്ചപ്പിലൊക്കെ തൊട്ടാൽ തന്നെ ഞാൻ ഓടും. കാരണം എൻ്റെ അച്ചാമ്മ എന്നെ തല്ലി ഓട്ടിക്കും. അത് കാണാതെയാണ് കേട്ടോ പൂവിലൊക്കെ ഇട്ട് തടവുന്നത്. കണ്ടോ, ഇതെൻ്റെ പൂച്ചേൻ്റെ ബാഗാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ ഫ്ലവർ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പൂവാണിത്. കണ്ടോ, എന്നെ എവിടെ കൂട്ടി ഞാൻ നേരത്തെ കണ്ട പൂച്ചയാണ് കേട്ടോ അത്. നല്ല രസമുണ്ട്. ഇതാണ് പണ്ട് ഞാൻ കളിക്കുന്ന പാറ. കഞ്ഞിക്കറിയൊക്കെ ഇതിനകത്ത് വെച്ച് കളിക്കുമായിരുന്നു കേട്ടോ പണ്ട്. പിന്നെ അത് ടീച്ചറും കുട്ടിയും കളിക്കുന്ന ഒരു ചെറിയ പാറ, അതിനകത്തിരുന്ന് കിടന്നും ഞാൻ കളിക്കുമായിരുന്നു പണ്ട്. നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി റെസ്റ്റോറൻറ്റിൽ കയറിയിരുന്ന് ഷാർജ കുടിച്ചു. അച്ഛൻ അറിയാതെയാണ് കുടിക്കുന്നത്. കാരണം അമ്മ പറഞ്ഞ അച്ഛൻ്റെ അടുത്ത് പറയലെന്ന്. കാരണം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ അച്ഛൻ നമ്മുടെ വഴക്ക് പറയും. കാരണം അമ്മയ്ക്ക് ചുമയും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴതേ ഭയങ്കര മഴ. കുടയും പിടിച്ച് വെളിയിറങ്ങി. അങ്ങനെ ബസ്സിൽ കയറിയിരുന്ന് യാത്ര പുറപ്പെട്ടു. അങ്ങനെ നമ്മൾ കടയിലെത്തിയിട്ട് അമ്മയ്ക്ക് തേങ്ങ വാങ്ങണമെന്ന് പറഞ്ഞു. പിന്നെ തേങ്ങ വാങ്ങി നമ്മൾ ദേ നടന്നുകൊണ്ടിരുന്നു. കണ്ടോ, ഇതാണ് തേങ്ങക്കട. നടന്നുകൊണ്ടിരുന്നു, കാര്യമൊക്കെ പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നു. അപ്പോഴേ തോടൊക്കെ കണ്ട് രസിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേ അമ്മേനെ പേടിപ്പിച്ച് ദേ ചേരിയെന്നും പറഞ്ഞു. ഞാൻ അപ്പോൾ ആ പൂവൊന്ന് പറിച്ച് നോക്കി. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നി. എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ അത്തമൊക്കെ ഇടും കേട്ടോ. അപ്പോൾ അത്തത്തിന് വേണ്ടിയിട്ട് പൂക്കളൊക്കെ പറിക്കാമെന്ന് വിചാരിച്ച് ദേ പൂവൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൂവൊക്കെ പറിച്ച് നമ്മൾ നടന്ന് വീടെത്തി. എൻ്റെ അപ്പയുടെ വീട്ടിലത്ത് നമ്മൾ ആദ്യം കയറിയത്. കാരണം പൂ കൊടുക്കണ്ടേ. അങ്ങനെ പൂവൊക്കെ കൊടുത്ത് നമ്മൾ കുറേ നേരം അവിടെ കാര്യം പറഞ്ഞൊക്കെ നിന്നു. എൻ്റെ അനിയത്തി ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. കണ്ടോ, ഇതാണ് എൻ്റെ അനിയത്തി. പിന്നെ നമ്മൾ വീടെത്തി.